സഹോദരിയുടെ 2 വയസ്സുള്ള കുഞ്ഞിനെ കൊന്നതിൽ അന്ധവിശ്വാസമെന്ന വിലയിരുത്തൽ ശക്തം. പ്രതി ഹരികുമാർ പരസ്പര വിരുദ്ധമായി പ്രതികരിക്കുന്നതിനാൽ പോലീസ് പ്രതിസന്ധിയിലാണ്. അതിനിടയിൽ വീട്ടിൽ മന്ത്രവാദം നടത്തിയ ജോൽസിനെ പോലീസ് ചോദ്യം ചെയ്തു. ദേവേന്ദു ജനിച്ചതിനു ശേഷമാണ് വീട്ടിൽ കഷ്ടപ്പാടും ദുരിതവും ഉണ്ടായതെന്ന ജോൽസിന്റെ വെളിപ്പെടുത്തലാണ് കുറ്റകൃത്യം ചെയ്യാൻ ഹരികുമാറിനെ പ്രേരിപ്പിച്ചത്. പൂജാരി പറഞ്ഞ പ്രകാരമാണ് കൊല നടത്തിയതെന്നാണ് ഹരികുമാർ പറഞ്ഞത്. എന്നാൽ പിന്നീട് മൊഴി മാറ്റുകയും ചെയ്തു. ദേവേന്ദുവിന്റെ കേസ് അന്വേഷണം പോലീസിന് വെല്ലുവിളിയാവുന്നുണ്ടെന്ന്, കുഞ്ഞിനെ കൊന്നത് താൻ മാത്രമാണെന്ന ഹരികുമാറിന്റെ മൊഴി ഇപ്പോഴും പോലീസ് വിശ്വസിച്ചിട്ടില്ല. ഹരികുമാർ പറയുന്നതൊന്നും സ്ഥിരതയില്ലാത്ത കാര്യങ്ങളാണ്. പ്രതി ഇടയ്ക്കിടെ മൊഴി മാറ്റുന്നു. കുഞ്ഞിനെ കൊന്നത് ഉള്ളുവിളി വന്നിട്ടാണെന്നും വിശദീകരിക്കുന്നു. ഹരികുമാറിന്റെ മൊഴിക്കൊപ്പം ശാസ്ത്രീയ തെളിവിന്റെ സഹായവും ആവശ്യമാണ്. അതിനുള്ള ഓട്ടത്തിലാണ് പോലീസ്. വ്യാഴാഴ്ച പുലർച്ചെ 5-നാണ് വീട്ടിൽ അമ്മ ശ്രീധുവിനൊപ്പം ഉറങ്ങിക്കിടന്ന ദേവേന്ദുവിനെ അമ്മാവനായ ഹരികുമാർ വീട്ടുവളപ്പിലെ കിണറ്റിൽ എറിഞ്ഞു കൊന്നത്. പ്രതി ഹരികുമാർ മാനസിക വൈകല്യത്തിന് ചികിത്സ നേടിയതായി പോലീസ് പറയുന്നു. ശ്രീജിത്തിന്റെയും ശ്രീധുവിന്റെയും ഇളയ മകളാണ് ദേവേന്ദു. ദേവേന്ദു ജനിച്ചതിന് ശേഷമാണ് കഷ്ടപ്പാടും ദുരിതവും ഉണ്ടായതെന്ന് ജോൽസിൻ പറഞ്ഞു. ശ്രീധുവിനോട് സഹോദരൻ ഹരികുമാർ വഴിവിട്ടു പെരുമാറുവാൻ ശ്രമിച്ചിരുന്നു. അടുപ്പത്തിന് കുഞ്ഞ് തടസ്സമാകുന്നതിനാലാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് ഹരികുമാർ പറഞ്ഞത്. ശ്രീധു പലപ്പോഴായി കള്ളം പറയാറുണ്ടെന്നാണ് അയൽക്കാരുടെ മൊഴി. കള്ളം പറയുന്നത് ചോദ്യം ചെയ്താൽ ശ്രീധ കരയുമായിരുന്നു. ഹരികുമാർ ഒറ്റയ്ക്ക് കൃത്യം ചെയ്യില്ലെന്നും ശ്രീധുവിന് പങ്കുണ്ടെന്നും ആണ് അവർ വിലയിരുത്തുന്നത്.